പെരുമ്പടപ്പ് പോലീസിനെതിരെ മുഖ്യമന്ത്രി, DGP എന്നിവർക്ക് പരാതി നൽകുമെന്ന് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത്. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പാലപ്പെട്ടി പുതിയിരുത്തി ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്ത് അനധികൃതമായി പൂട്ട് പൊളിച്ച് അകത്തു കയറി വസ്തുവകകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് ആരോപിച്ചാണ് പെരുമ്പടപ്പ് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുന്നത്. MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് അവിടെ നടന്നതെന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതെന്നും ഔദ്യോഗികമായി ഒരു അറിയിപ്പും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലഭിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു. വളരെ നല്ല രീതിയിൽ ഒരു ഉദ്ഘാടനം ഞങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുവരുന്ന ആ സമയത്തിനുള്ളിലാണ് പെട്ടെന്നൊരു ദിവസം ഒരു തറക്കല്ലിടൽ ഉണ്ടായത്. അത് നിങ്ങൾക്ക് അറിയാം, പത്രമാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ PT മോഹനകൃഷ്ണന്റെ ആ ദിവസമാണ്. അന്നത്തെ ദിവസം കണക്കാക്കിയിട്ട് അന്ന് ഏതായാലും MP ഇവിടെ വരുന്നുണ്ട്. ആ സമയത്ത് ഒരു 5 മിനിറ്റ് ഒരു പൊറാട്ട് നാടകമാണ് അവിടെ നടന്നത്. അത് അവിടുത്തെ ജനങ്ങൾക്കും അറിയാം, കൃത്യതയോടെ അറിയാം അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അവരെ പിന്നിൽ ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യോ എന്നുള്ളൊരു ഭയമായിരിക്കാം. അല്ലാതെ ഇപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, നമ്മളെല്ലാവരും കൂടി അത് ചെയ്യുന്നല്ലേ. അത് പഞ്ചായത്തിൻ്റെ ഒരു സ്ഥലമാണ്. ഒരു അവിടുത്തെ ഒരു നല്ല വ്യക്തിത്വം, അതായത് നിങ്ങൾക്ക് അറിയണ്ടാവും ആ സ്ഥലം ആരാ കൊടുത്തതെന്നുള്ളത്. അത് കൊടുത്ത് അവിടെ ഒരു ബിൽഡിംഗ് പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി തന്നെ ഒന്നുണ്ട് അല്ലേ. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ നടപടികൾ ഏകദേശം ആൾമോസ്റ്റ് കഴിയാറായി. അതിന് ശേഷമാണ് ഇപ്പോൾ MP ഫണ്ട് വന്നത്. ആ സ്ഥലത്ത് ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ നിർമ്മിക്കുന്നതിന് മറ്റു ഫണ്ടുകൾ വകയിരുത്തിയിട്ടില്ല എന്ന കത്ത് മാത്രമാണ് പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. എന്നാൽ പഞ്ചായത്തിൽ നിന്നും നിയമാനുസൃതമായ കെട്ടിട നിർമ്മാണാനുമതി ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല. പദ്ധതിയുടെ നിർവഹണം നടത്തേണ്ട ബ്ലോക്ക് പഞ്ചായത്തിന് പോലും ഒരു അറിയിപ്പും നൽകിയിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥനും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തിട്ടുമില്ല. പഞ്ചായത്ത് ഒരു ഏജൻസിക്കും സ്ഥലം കൈമാറി നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു. വന്നേരിനാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബിനീഷ് മുസ്തഫ, വൈസ് പ്രസിഡന്റ് P. നിസാർ, അംഗങ്ങളായ K. ഉണ്ണികൃഷ്ണൻ, TH മുസ്തഫ എന്നിവർ പങ്കെടുത്തു. പൊളിച്ചതിനെതിരെ വന്നേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അതിനെതിരെ ഒരു നടപടിയും ഇതേ സമയം വരെ ഉണ്ടായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിനെതിരെ 3-4 പ്രാവശ്യം ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അത് കേസിനൊരു ജെന്യൂനിറ്റി ഇല്ല എന്നാണ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ മറുപടി. അനധികൃതമായി പഞ്ചായത്തിന്റെ സ്ഥലം കയ്യേറി പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പോലീസ് ഒത്തുകളിക്കുകയാണെന്നും പൂട്ടുപൊളിച്ചവരെ സംരക്ഷിക്കുകയാണ് പെരുമ്പടപ്പ് പോലീസ് ചെയ്യുന്നതെന്നും ഇതിനെതിരായാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസ് DGPക്കും പരാതി നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിൻ്റെ സ്ഥാപനം അത് അതിക്രമിച്ച് അകത്ത് കയറി അതിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട DGP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നമ്മൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടവരും നാട്ടുകാരും എല്ലാവരും ഇത് കണ്ട ഒരു സ്ഥലമാണ്. പൂട്ട് പൊളിച്ച് അതിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത സാഹചര്യം ഉണ്ടായത്. അന്നേ ദിവസം നടക്കുന്ന ഒരു പാർട്ടി പരിപാടി അവിടെ നടക്കുന്ന സ്ഥലത്ത് യാതൊരു അറിയിപ്പോ പഞ്ചായത്തിന് കിട്ടാതെയാണ് അവിടെ ഒരു തറക്കല്ലിടൽ കർമ്മം എന്ന പേരിൽ ലീഗ് പ്രവർത്തകർ വന്ന് ആ കോമ്പൗണ്ടിൽ വന്ന് പരിപാടി നടത്തിയത്. CCTV ന്യൂസ്, പുന്നയൂർ.